ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ തിരുവനന്തപുരം ജില്ലയുടെ LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിന്റെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ PDF ആവശ്യമുള്ളവർ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഉൾപ്പെടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? 1. വൈക്കം സത്യാഗ്രഹം, 2. ചാന്നാർ ലഹള, 3. ക്ഷേത്രപ്രവേശന വിളംബരം, 4. മലബാർ കലാപം. ശരിയായിട്ടുള്ള കാലഗണനാക്രമമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4, 1, 3. 2, 4, 1, 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 2. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. 3. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. 4. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വച്ച് നടന്നു. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി 1, 3, 4 ആണ്. 1, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തതാണ് ചോദ്യം. 1. 1949-ലാണ് ഇത് സ്ഥാപിച്ചത്. 2. ഇതിന്റെ ആസ്ഥാനം ജനീവ ആണ്. 3. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. 4. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ബന്ധമില്ലാത്തതാണ് ചോദ്യം. 2ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. 1. റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്, 2. ഏപ്രിൽ തിസീസ് ലെനിൻ, 3. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, 4. ലോങ് മാർച്ച് മാവോ സേതൂങ്. തെറ്റായത് മൂന്നാമത്തെ മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 മാത്രം തെറ്റാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ളതാണ്. 1. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 2. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 3. 1987-ൽ ഭാരതരത്നം ലഭിച്ചു. 4. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയായിട്ടുള്ളതാണ് ചോദ്യം. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഇവിടെയും ശരിയാണ് കണ്ടെത്തേണ്ടത്. 1. ഇത് രൂപീകരിച്ചത് 1953-ലാണ്. 2. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 3. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. 4. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. 2. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. 3. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. 4.
അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. 1 ഉം 3 ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി 1 ഉം 3 ആണ് തെറ്റായിട്ടുള്ളത്. 8ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? അഗുൽഹാസ് പ്രവാഹം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അഗുൽഹാസ് പ്രവാഹം. 9, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. 1, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. 2, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. 3, ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. 4, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. 1 ഉം 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 4 എന്നിവ. ഓപ്ഷൻ സി. 10ാമത്തെ ചോദ്യം നോക്കാം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഓപ്ഷൻ ഡി ഹരിക്കെയിൻ ആണ് ഉത്തരം. 11, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. ഓപ്ഷൻ സി ആണ് ഉത്തരം. NW3. 12ാമത്തെ ചോദ്യം നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സൗദി അറേബ്യ. ക്വസ്റ്റ്യൻ നമ്പർ 13, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? 1, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. 2, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. 3, ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 4, 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. ആൻസർ ഓപ്ഷൻ ഡി. പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. ക്വസ്റ്റ്യൻ നമ്പർ 14, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. സ്ഥാനക്രമമാണ് കണ്ടെത്തേണ്ടത്. 1ാമത് നെല്ലാണ്. 2, ഗോതമ്പ്. 3, ചോളം. 4, പയർവർഗ്ഗങ്ങൾ. 1 ബി, 2 എ, 3 സി, 4 ഡി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ 1, 2 ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏതെന്നാണ് ചോദ്യം. 1, ബാങ്ക് ദേശസാൽക്കരണം. 2, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം. 3, 500, 1000 നോട്ടുകളുടെ നിരോധനം. 4, ഭൂപരിഷ്കരണം. ഇവിടെ 500, 1000 നോട്ടുകളുടെ നിരോധനമാണ് അവസാനം നടന്നതെന്ന് ഓർത്താൽ തന്നെ ഉത്തരം കിട്ടാവുന്നതാണ്. 3 അവസാനം വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി. 2, 4, 1, 3 എന്നുള്ളതാണ് ശരിയായ ക്രമം.
2, 4, 1, 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഇതില് പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. 1, അടൽ ഇന്നൊവേഷൻ മിഷൻ. 2, മെഥനോൾ സമ്പദ്ഘടന. 3, സഹകരണ ഫെഡറലിസം. 4, ശൂന്യ ക്യാമ്പയിൻ. 1 ബി ആണ് സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. 2 സി ആണ് എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. 3 ഡി ആണ് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 4 എ ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. 1 ബി, 2 സി, 3 ഡി, 4 എ. 1 ബി, 2 സി, 3 എ, 1 ബി, 2 സി, 3 ഡി, 4 എ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദ്യം. 1, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. 2, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. 3, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. 4, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇവിടെ 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം തെറ്റാണ്. 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രസ്താവനകൾ 2, 3 ശരിയാണ്. പ്രസ്താവനകൾ 1, 4 ശരിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ശരിയായിട്ടുള്ളതാണ്. 1, ഡോക്ടർ ബി.ആർ. അംബേദ്കർ അധ്യക്ഷൻ. 2, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 3, 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. 4, 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 21. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? 1, സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 2, വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. 3, 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 4, 1989 62ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകളാണ് ശരി. ആൻസർ ഓപ്ഷൻ ഡി 1, 3 ശരി. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 22. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. 1, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. 2,
സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. 3. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. 4. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. ഇതില് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? 1. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. 2. മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. 3. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. 4. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ 1, 2, 4 ശരി. 24. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യ. 1 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി 1 ശരി. 25. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിലേതാണ്? 1. 15ാമത്തെ പ്രസിഡന്റ്. 2. 14ാമത്തെ പ്രസിഡന്റ്. 3. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 4. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3 ശരി. 26. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദൽ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ഈജിപ്ത്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഓപ്ഷൻ ഡി 1 ആണ് ശരി. 27ാമത്തെ ചോദ്യം. സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം. ഓപ്ഷൻ എ 1 ആണ് ശരിയായിട്ടുള്ളത്. 28. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. 2. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. 3. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. 4. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. ശരിയായിട്ടുള്ള പ്രസ്താവനകള് 1ഉം 2ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 3 ശരി. ക്വസ്റ്റ്യൻ നമ്പർ 29. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? 1. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. 2. OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. 3. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. 4. അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പെൺകുട്ടികൾക്കുള്ള പദ്ധതിയാണിത്. 1ഉം 3ഉം. 30ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ
ഏറ്റവും അനുയോജ്യമായത് ഏതെന്നാണ് ചോദ്യം. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. 2 ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. 3 പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി. 4 ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകളാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നതാണ്. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 31. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ എം ഷാജർ ആണ്. രണ്ടാമത്തതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 2 ശരി. ശ്രീ എം ഷാജർ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇപ്പോ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണുള്ളത് മുഹമ്മദ് മുസ്താഖ് ആണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ഓപ്ഷൻ ഡി. 33. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. തന്നിരിക്കുന്നതിൽ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. വെള്ളനിറം മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 34. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ടെൻഡൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ടെൻഡൻ. 35. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി രക്തം. 37. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? കരൾ. ഓപ്ഷൻ ബി കരൾ. 38. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ. അക്രോമെഗാലി. മുതിർന്ന വ്യക്തികളില് അക്രോമെഗാലി. 39. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. ഓപ്ഷൻ എ ലൈസോസൈം. 40. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. ഓപ്ഷൻ ബി മിഠായി. 41. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? സൗദി അറേബ്യ. ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ക്വസ്റ്റ്യൻ നമ്പർ 42. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ജി നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 2 ജൂൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 ജൂൾ. 43. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. ഓപ്ഷൻ ഡി അപവർത്തനം. 44. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ്. 45. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓഗസ്റ്റ് 23. ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ക്വസ്റ്റ്യൻ നമ്പർ 46. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ആദിത്യ L1. ഓപ്ഷൻ സി ആദിത്യ L1.
47 രാജദ്രാവകം അക്വാറിജിയ എന്നാൽ എന്താണെന്നാണ് ചോദ്യം. നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 എന്ന അനുപാതം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 48 ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? സാഞ്ചി. ഓപ്ഷൻ സി സാഞ്ചി. 49 താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏത്? താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതെന്നാണ് ചോദ്യം. സോഡിയം അമാൽഗം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സോഡിയം അമാൽഗം. 50 താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? സിങ്ക് സൾഫൈഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സിങ്ക് സൾഫൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 51 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ക്വാണ്ടം ഡോട്ട്സ്. 52 അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ഓപ്ഷൻ ഡി. 53 കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ്. ഓപ്ഷൻ സി സർക്കസ്. 54 തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? കുഞ്ഞനന്ദൻ നായർ. ഓപ്ഷൻ എ കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ. 55 തന്നിരിക്കുന്ന വരികൾ ഏത് കൃതിയിലേതാണെന്നാണ് ചോദ്യം. മുഹ്യിദ്ദീൻ മാല. ഓപ്ഷൻ സി ആണ് ഉത്തരം, മുഹ്യിദ്ദീൻ മാലയിലെ വരികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 56 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ്.കെ. പൊറ്റക്കാടിന്റെ രചന? ഒരു ദേശത്തിന്റെ കഥ. ഓപ്ഷൻ ബി ഒരു ദേശത്തിന്റെ കഥ. 57 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം? ആർ പ്രജ്ഞാനന്ദ. ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. 58 മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? കേരള വന ഗവേഷണ കേന്ദ്രം. ഓപ്ഷൻ ഡി കേരള വന ഗവേഷണ കേന്ദ്രം. 59 ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഗിഗാബൈറ്റ്. ഓപ്ഷൻ ബി ഗിഗാബൈറ്റ്. 60 തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയെ ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. ഇതിൽ ശരിയായിട്ടുള്ളത് 1, 3, 4 ഓപ്ഷൻ ഡി 1, 3, 4 ശരി. ക്വസ്റ്റ്യൻ നമ്പർ 61 കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി CAN. കൂട്ടത്തിൽ ചേരാത്തത് CAN. 62 താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതെന്നാണ് ചോദ്യം. ടെലിഗ്രാം. ഓപ്ഷൻ ബി. ബാക്കി 3 മെറ്റയുടേതാണ്. 63 ഡീപ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 64 വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സംസ്ഥാനത്തിലെ ഗവർണർ. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. നിസ്വാർത്ഥ സേവനങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം, നിസ്വാർത്ഥ സേവനങ്ങൾ. 66 ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? തന്നിരിക്കുന്നതില് ഓപ്ഷൻ സി പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നതാണ് കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്. ഓപ്ഷൻ സി. 67 ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയായിട്ടുള്ളതാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 67 ഓപ്ഷൻ ഡി. 68 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം? പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012. ഓപ്ഷൻ എ.
ക്വസ്റ്റ്യൻ നമ്പർ 69, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര എടുക്കാം, ഓപ്ഷൻ ബി. 70, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മ, ഓപ്ഷൻ എ രേഖ ശർമ്മ. 71 മുതൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, ആൻസർ പറഞ്ഞു പോകാം. 71 ഓപ്ഷൻ ബി 15%. 72 ഓപ്ഷൻ എ 138 ആണ് ഉത്തരം, ഓപ്ഷൻ എ 138. 73 ഓപ്ഷൻ ഡി 2 മണിക്കൂർ 15 മിനിറ്റ്. 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് ഉത്തരം, ഓപ്ഷൻ ഡി. 74 ആൻസർ 1 ആണ്, ഓപ്ഷൻ എ 1. 75 30 ദിവസം എന്നാണ് ഉത്തരം, ഓപ്ഷൻ സി 30 ദിവസം. 75 ഓപ്ഷൻ സി. 76 ഒറ്റയാനെ കണ്ടെത്താനാണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, 33 44 2, ഓപ്ഷൻ സി. 77 തെക്ക്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, തെക്ക്. 78 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ZRUOG. 79 19 ആണ് അടുത്തത്, ഓപ്ഷൻ എ 19. 80 17 ഓപ്ഷൻ ബി 17, ഓപ്ഷൻ ബി. 81 മുതൽ ഇംഗ്ലീഷ് ആണ്, ആൻസർ പറയാം. 81 ഓപ്ഷൻ എ ഹാസ്, ഓപ്ഷൻ എ ഹാസ്. 82 ഓപ്ഷൻ സി ഷാൾ വി, ഓപ്ഷൻ സി ഷാൾ വി. 83 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 84 വുഡ് ഹെൽപ്പ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, വുഡ് ഹെൽപ്പ്. 84 ഓപ്ഷൻ സി. 85 ടു, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടു. 86 കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദ്യം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓപ്ഷൻ ഡി. 87 ഓപ്ഷൻ സി സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട്, ഇഡിയമാണ്, ആൻസർ ഓപ്ഷൻ സി. 88 പാക്ക്, ഓപ്ഷൻ എ ആണ് ഉത്തരം, പാക്ക്. 89 മോഡിഫിക്കേഷൻ, ഓപ്ഷൻ സി സിനോണിമാണ്, മോഡിഫിക്കേഷൻ. 90 അന്റോണിമാണ്, സർപ്ലസ്, ഓപ്ഷൻ ബി സർപ്ലസ്. 91 മുതൽ മലയാളമാണ്. അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം, അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ, ഓപ്ഷൻ എ. 92 ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്, കവയിത്രി, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, കവയിത്രി. 93 സലിംഗ ബഹുവചനം, ഓപ്ഷൻ സി പുരുഷന്മാരാണ്, പുരുഷന്മാരാണ് സലിംഗ ബഹുവചനമായിട്ടുള്ളത്, ഓപ്ഷൻ സി. 94 ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക, ഓപ്ഷൻ ബി ചുരുക്കി പറയുക. പിഞ്ഞാണവർഗം വിഗ്രഹിച്ചാല് പിഞ്ഞാണത്തിന്റെ വർണ്ണം, പിഞ്ഞാണവർണ്ണം പിഞ്ഞാണത്തിന്റെ വർണ്ണം, ഓപ്ഷൻ ബി. 96 പുട്ടൗട്ട് അണക്കുക, ഓപ്ഷൻ എ അണക്കുക. 97 താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്, ഓപ്ഷൻ ബി ദ്രൗണി അശ്വത്ഥാമാവ്. 98 ചിന്മുദ്ര പിരിച്ചെഴുതാനാണ്, ചിത് പ്ലസ് മുദ്ര, ഓപ്ഷൻ സി ആണ് ഉത്തരം, ചിത് പ്ലസ് മുദ്ര. 99 കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്
AR രാജരാജവർമ്മ. ഓപ്ഷൻ എ ആണ് AR രാജരാജവർമ്മ. 100. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിശ്വസ്തൻ. അക്ഷരത്തെറ്റുള്ളത് ഓപ്ഷൻ എ ആണ് വിശ്വസ്തൻ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, 100 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.